കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാറില്ല സാധാരണ അല്ലേ? കുതിരയ്ക്ക് ബാക്കിയെല്ലാ കഴിവുകളുണ്ട്. കൊമ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുതിര ഒരു വലിയ അഹങ്കാരിയായി മാറും എന്നുള്ള ദൈവത്തിൻ്റെ മുൻകൂട്ടി കാണലിലാണ് ആ ഒരു കൊമ്പ് ഒഴിവാകാനുള്ള കാരണം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുപോലെയാണ് നമ്മുടെ ജിൻഡോയുടെ കാര്യം. ജിൻഡോ ബിഗ് ബോസ് ഹൗസ് സീസൺ 6 ഗെയിം കളിച്ച് നന്നായി മുന്നേറുന്നുണ്ട്. പക്ഷേ ജിൻഡോയ്ക്ക് ഒരു പോരായ്മ എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് പോയിന്റ് പറയാൻ അറിയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ സീസൺ 6 മറ്റൊരു മത്സരാർത്ഥിക്കും അവകാശപ്പെടാനാവാത്ത ഒരു സ്ഥാനം ജിൻഡോയ്ക്ക് കിട്ടിയേനെ. ഇപ്പോൾ അങ്ങനെ സ്ഥാനം ഇല്ല എന്നല്ല കേട്ടോ, പക്ഷേ ഒരു വാക്ചാതുരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. പക്ഷേ ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോയിൽ അത് കാണാനായിട്ട് പറ്റി. കാരണം ജിൻഡോയെ ഒന്ന് അടിച്ചിരുത്താൻ നോക്കിയതാണ് നന്ദന. നമ്മുടെ സായിയെ നട്ടലിന് പരിക്ക് പറ്റിയ സമയത്ത് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നട്ടലിൽ ഇല്ലാത്ത ഗെയിം കളിക്കുക, അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അവിടെ പരാമർശിച്ച നന്ദനയെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഒന്നുമല്ലാണ്ടാക്കി കളഞ്ഞു നമ്മുടെ ജിൻഡോ. അപ്പോൾ കറക്റ്റ് പോയിൻ്റാണ് ആ സമയത്ത് പറഞ്ഞത്. അതായത് ഗെയിം കളിക്കുന്ന സമയത്ത് എതിരാളികളെ എങ്ങനെ മാനസികമായിട്ട് തകർക്കാം എന്നുള്ളതാണ് ലാലേട്ട ഞാൻ നോക്കുന്നത്. അല്ലാതെ ഗെയിമിൽ അല്ലാത്ത സമയത്ത് നന്ദനെ കാണിച്ചതുപോലെ അഭിഷേകിനെ കുറിച്ച് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. നട്ടലില്ലാത്ത വ്യക്തിയാണ്, നിവർന്ന് സംസാരിക്കാൻ അറിയാത്ത വ്യക്തിയാണ് എന്നൊക്കെ അഭിഷേകിനെ ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിച്ച് നന്ദനാണ് ഇപ്പോൾ ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് സായിയെക്കുറിച്ച് പറഞ്ഞതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഞാൻ ആ സമയത്ത് തന്നെ സായിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതാണ്. ഗെയിമിൽ എങ്ങനെയും വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ തന്ത്രം എന്നുള്ളത്. ലാലേട്ടനെ കേട്ട് ചിരിക്കുകയായിരുന്നു. നന്ദന ആവശ്യമില്ലാതെ ഏണി പിടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ നന്ദനയ്ക്ക് സമാധാനം.